വെൽക്കം ടു PSC Journey. PSC Journeyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ള പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ നമുക്ക് റാങ്കിൽ മുന്നിലെത്താം. അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൂടുതൽ റാങ്ക് നിർണ്ണയിക്കുന്നത് ഏത് പോർഷനായിരിക്കും. അത്തരം ക്വസ്റ്റ്യൻസ് വരുന്ന അത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏതൊക്കെ മേഖലകളിൽ മികവ് പുലർത്തുന്നവരായിരിക്കും കൂടുതൽ റാങ്കിലേക്ക് കുതിച്ചെത്തുക എന്നുള്ള ഒരു ഡിസ്കഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ സബ്ജക്റ്റുകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മാത്സ്, ഈ 3 സബ്ജക്റ്റുകളിൽ മികവ് പുലർത്തുന്നവരെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് എത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ കാണുമ്പോൾ എത്രത്തോളം നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർഡായി പോകുന്ന ഒരാൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒപ്പം കൂടുതൽ സമയം കൂടെ വേണ്ടി വരുമ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും വെപ്രാളവും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് ആൻസറുകൾ തെറ്റി നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അല്ലേ, നമ്മളെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിചയമുള്ളവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകൾ തീർച്ചയായിട്ടും എത്രത്തോളം നന്നായി പഠിക്കുന്നവർക്കാണെങ്കിലും ഉണ്ടായിരിക്കും. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് ഞാൻ, എങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ, കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് കാണും അത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഭൂരിഭാഗം ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും എന്നതിലപ്പുറം മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇതിൽ ഏറ്റവും ടോപ്പിലെത്തുന്ന ആൾക്കാർ തന്നെയായിരിക്കും റാങ്ക് ലിസ്റ്റിലും ടോപ്പിലെത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ GKയുടെ പോർഷൻ എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും ഒരുവിധം. മുൻപുണ്ടായിരുന്ന എക്സാമുകളെ അപേക്ഷിച്ചിട്ട് അതിൽ സ്കോർ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന പോലെ ഇതിൽ പറ്റിക്കൊള്ളണമെന്നില്ല. കൂടുതലും നെഗറ്റീവ്സ് അടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി നെഗറ്റീവ്സ് വരുത്താതെ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ ഹൈ സ്കോർ അല്ലെങ്കിൽ ഹൈ മാർക്ക് സ്കോർ ചെയ്യുന്നവരായിരിക്കും ഈ ഒരു എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് തന്നെയാണ്. മാത്സ് ഫുൾ മാർക്ക് എന്ന നിലയിൽ നിങ്ങൾ വാങ്ങണം. അതുപോലെ ഇംഗ്ലീഷും മലയാളവും ഗ്രാമർ, വൊക്കാബുലറി ഒഴിച്ചിട്ടുള്ള എല്ലാ പോർഷൻസിൽ നിന്ന് കംപ്ലീറ്റ് മാർക്കും കിട്ടിയിരിക്കണം. വൊക്കാബുലറി നേടണം, പക്ഷേ ഞാൻ പറയുന്നത് കമ്പാരിറ്റീവ്ലി വൊക്കാബുലറി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പഠിക്കുന്നത് തന്നെ വന്നോളണമെന്നില്ല, കുറച്ച് ലക്കൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ നിങ്ങൾ ഒരിക്കലും അറിയാത്തതാണെങ്കിൽ ഗസ് ചെയ്യാൻ പോകരുത്. അറിയാത്തതാണെങ്കിൽ വിട്ടോളൂ, എന്നാലും കുഴപ്പമില്ല, പക്ഷേ നെഗറ്റീവ് അടിക്കാതെ ഇരിക്കുക വൊക്കാബുലറിയുടെ സെക്ഷൻ കേട്ടോ. അപ്പോൾ അറിയുന്നവർ നന്നായിട്ട് അറിയാത്തവർ ഒരിക്കലും ഗസ് അടിച്ച് നെഗറ്റീവ് വരുത്തരുത്. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെത്രത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന അത്രത്തോളം നിങ്ങൾക്ക് റാങ്കിലേക്ക് മുന്നിലേക്ക് എത്താം. അതുപോലെ തന്നെയാണ് കറണ്ട് അഫെയർസ് നല്ല രീതിയിൽ നോക്കുക. കാരണം ഞാനൊക്കെ ആണെങ്കിൽ കറണ്ട് അഫെയർസ് ഒട്ടും പഠിക്കാത്ത ഇഷ്ടമില്ലാത്ത ഒരാളായിട്ടും ഞാനിപ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം കറണ്ട് അഫെയർസ് നല്ല രീതിയിൽ ഡെയിലി ഞാൻ പഠിക്കുന്നുണ്ട്. വായിച്ച് തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. കാണാപ്പാടം പഠിക്കുന്നതല്ല, കുറച്ചൊക്കെ കണക്റ്റിംഗ് ഫാക്ടറും അതുപോലെ പല ടൈമിൽ ആവർത്തിച്ച് വായിച്ചും ഒക്കെ തന്നെയാണ് കൂടുതൽ കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുതന്നെ ചെയ്യാം. നിങ്ങൾ ഡെയിലി വായിക്കുക കറണ്ട് അഫെയർസ്. ഞാൻ പറഞ്ഞ ചാനലുകളെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ PDFകൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം PDFകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കുക കേട്ടോ. അങ്ങനെയാണ് കറണ്ട് അഫെയർസിൽ നമുക്ക് മുന്നിലെത്താൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ GKയുടെ കാര്യം എടുക്കാം. GKയുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് SCERTക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഈ ഒരു ഇപ്പോൾ പുതിയൊരു പാറ്റേണിൽ എക്സാം നോക്കിക്കഴിഞ്ഞാൽ അതിലെ എല്ലാ പ്രസ്താവനകളും തന്നെ അതേ രീതിയിൽ തന്നെ SCERTയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ SCERT ബുക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ പഠനം. വെറുതെ വായിച്ച് ഒരു ഒറ്റവാക്കിൽ ആൻസർ എന്നതിലുപരി നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും അതിൽ എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ നിസ്സാരമായിട്ട് നമ്മൾ വിടുന്ന പോയിന്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു പ്രസ്താവന രീതിയിലൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു രാഷ്ട്രപതിയെക്കുറിച്ച് ഉപരാഷ്ട്രപതിനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ അവർക്ക് വേണ്ട യോഗ്യതകളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അവർ നിയമനങ്ങൾ ആരൊക്കെയാണ് നിയമിക്കാനുള്ള അധികാരം, അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മളതൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. പക്ഷേ ഈ പ്രസ്താവന രീതികളിൽ ഇങ്ങനെ ഒരു 3 കൊടുത്തിട്ട് തെറ്റായ ഒരെണ്ണം കൊടുത്തിട്ട് കണ്ടുപിടിക്കാനൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞ് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു GKയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ SCRT നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്